നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. BJP കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്ന് നേതൃത്വവുമായി ഇടഞ്ഞ മുതിർന്ന നേതാവ് AN രാധാകൃഷ്ണനെ NDA വൈസ് ചെയർമാനാക്കി. ഇടഞ്ഞവരെയും വെട്ടിയതിൽ പരാതിപ്പെട്ടവരെയും അനുനയിപ്പിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുതിർന്ന നേതാവ് AN രാധാകൃഷ്ണനെ NDA വൈസ് ചെയർമാനാക്കിയതാണ് ഏറ്റവും ഒടുവിലത്തെ അനുനയം. AN രാധാകൃഷ്ണനെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന വൈസ് ചെയർമാനായി രാജീവ് ചന്ദ്രശേഖറാണ് പ്രഖ്യാപിച്ചത്. എറണാകുളത്തു നിന്നുള്ള മുതിർന്ന നേതാവും മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും കോർ കമ്മിറ്റി അംഗവുമായ AN രാധാകൃഷ്ണനെ ഭാരവാഹി നിർണയത്തിൽ പരിഗണിച്ചിരുന്നില്ല. പിന്നാലെ കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. ഇതിൽ കടുത്ത വിയോജിപ്പ് വ്യക്തമാക്കി AN രാധാകൃഷ്ണൻ നേതൃത്വവുമായി ഇടഞ്ഞു. ഭാരവാഹി കോർ കമ്മിറ്റി പുനഃസംഘടനയ്ക്കെതിരെ സംസ്ഥാനത്ത് നിന്ന് നിരവധി പരാതികളാണ് ദേശീയ നേതൃത്വത്തിന് ലഭിച്ചത്. പരാതികൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ടു പോകണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയതിനു പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖർ അനുനയ ഫോർമുലകൾ ആവിഷ്കരിച്ചത്. പാതിവില തട്ടിപ്പ് കേസിൽ പരാതികളിൽ AN രാധാകൃഷ്ണന്റെ പേര് വന്നത് പാർട്ടിയെ ക്ഷീണത്തിലാക്കിയിരുന്നു. അതൊന്നും വകവയ്ക്കാതെയാണ് പുതിയ സ്ഥാനം നൽകി പ്രീതിപ്പെടുത്തിയത്. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീജയ, പുഷ്പ എന്നിവരെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരനെ കാണാനില്ല. രാവിലെ മുതലാണ് സഹോദരനെ കാണാതായത്. 3 വർഷക്കാലമായി ഇവരിവിടെ താമസിച്ചു വരികയായിരുന്നു. പുലർച്ചെ 5 മണിക്ക് സഹോദരൻ പ്രമോദ് സുഹൃത്തിനെ വിളിച്ച് സഹോദരിമാർ മരിച്ചുവെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് സുഹൃത്ത് വീട്ടിലെത്തിയെങ്കിലും ആരെയും കണ്ടിരുന്നില്ല. പിന്നീട് ഇവരുടെ ബന്ധു വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. വീടിനകത്ത് പ്രവേശിപ്പിച്ചപ്പോഴാണ് 2 മുറികളിലായി സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വെള്ളപൊതപ്പിച്ച നിലയിലായിരുന്നു. സഹോദരനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ക്ഷേത്ര ജീവനക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ പരാതിക്കാരിയായ യുവതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം. ക്ഷേത്രം ജീവനക്കാരനായ അജിത് കുമാർ കാറിൽ നിന്ന് 6 പവന്റെ സ്വർണം മോഷ്ടിച്ചെന്ന പരാതിയിൽ യുവതി CBIക്കും പോലീസിനും നൽകിയ മൊഴികളിലാണ് വൈരുദ്ധ്യമുള്ളതായി കണ്ടെത്തിയത്. യുവതിയുടെ പരാതിയിൽ ആദ്യം മുതലേ വ്യക്തത കുറവുണ്ടായിരുന്നു. യുവതിയുടെ പരാതിയിൽ CBI വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് വൈരുദ്ധ്യം കണ്ടെത്തിയത്. നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതി കൂടിയാണ് പരാതിക്കാരി. തന്റെ കാർ പാർക്ക് ചെയ്യാൻ നൽകി ഏറെ നേരം കഴിഞ്ഞാണ് അജിത് കുമാർ താക്കോൽ തിരികെ നൽകിയതെന്നും കാറുമായി ഇയാൾ പുറത്തേക്ക് പോയെന്നുമായിരുന്നു പരാതിക്കാരി നികിത CBIക്ക് നൽകിയ മൊഴി. എന്നാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അജിത് കുമാർ 2 മിനിറ്റിനുള്ളിൽ താക്കോൽ തിരികെ നൽകുന്നതായി കണ്ടെത്തിയിരുന്നു. മാത്രമല്ല പാർക്കിംഗ് ഏരിയ വിട്ട് കാറുമായി ആരും പുറത്തേക്ക് പോയിട്ടില്ലെന്നും CBI കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് സുരക്ഷാമിത്രം പദ്ധതിക്ക് തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. വീട്ടിലും സ്കൂളുകളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമം ഒഴിവാക്കാനാണ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരുന്നത്. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകും. ഹെൽപ്പ് ബോക്സ് ഇതിനായി സ്കൂളുകളിൽ സ്ഥാപിക്കും. പ്രധാന അധ്യാപികയുടെ നിയന്ത്രണത്തിലാകും സ്കൂളുകൾ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കുന്നത്. എല്ലാ ആഴ്ചയും ഇത് പരിശോധിക്കും. ജില്ലാടിസ്ഥാനത്തിലാണ് കൗൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർക്കും. വിദ്യാഭ്യാസ മന്ത്രിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഈ യോഗത്തിൽ പങ്കുചേർക്കും. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന് സ്ഥിരീകരിച്ച് വ്യോമസേന മേധാവി. ഒരു വലിയ എയർക്രാഫ്റ്റും തകർത്തെന്ന് വ്യോമസേന മേധാവി അമർപ്രീത് സിംഗിന്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് വിമാനങ്ങളെ തകർത്തതെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി സ്ഥിരീകരിക്കുന്നത്. റഷ്യൻ നിർമ്മിത വിമാനവേദ മിസൈലായ S-400 ആണ് പാകിസ്ഥാൻ ജെറ്റുകളെ വീഴ്ത്തിയെന്ന് സിംഗ് പറഞ്ഞു. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് താൻ തന്നെയാണെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ KV വിശ്വനാഥ്. അവർ മാനസികമായി ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടാണ് വിളിച്ചു വരുത്തിയത്. എൻക്വയറി റിപ്പോർട്ടിലെ കാര്യങ്ങൾ മാത്രം പരാമർശിച്ചാൽ മതിയെന്നാണ് താൻ പറഞ്ഞത്. അല്ലാതെ ഡോക്ടർ ഹാരിസ് ഹസനെ കുരുക്കാനല്ല വാർത്താ സമ്മേളനം വിളിച്ചതെന്നും അദ്ദേഹം സമാധാനമായിരിക്കണമെന്നുമാണ് താൻ നേരിൽ കണ്ടപ്പോൾ പറഞ്ഞതെന്നും DME വ്യക്തമാക്കി. റിപ്പോർട്ടിലെ ഉള്ളടക്കം വ്യക്തമാക്കാൻ കഴിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഉപകരണം നഷ്ടമായ വിവരം അത് അവിടെ ഉണ്ടായിരുന്നു എന്ന വിവരവും വ്യക്തമായ റിപ്പോർട്ടിലുണ്ട്. ഇന്നലെ ഉച്ചയോടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം താനുമായി ബന്ധപ്പെട്ട വിഷയം സംഘടന ഏറ്റെടുത്തുവെന്നും ഉപകരണം തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം കാണാതായ സംഭവത്തിൽ അടക്കം അന്വേഷണം നടക്കട്ടെയെന്ന് താൻ തുറന്ന പുസ്തകമാണെന്നും അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നും ഡോക്ടർ ഹാരിസ് കൂട്ടിച്ചേർത്തു. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന് ശമ്പളം നൽകരുതെന്ന VCയുടെ ഉത്തരവ് നടപ്പിലായി. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ നൽകിയില്ല. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ടതില്ല എന്നാണ് VCയുടെ നിലപാട്. 2 ശമ്പള പട്ടികയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. കോടതി വിധിക്ക് ശേഷം തുടർ നടപടിയെന്ന് സിൻഡിക്കേറ്റ് കുറ്റപ്പെടുത്തി.
രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം തടയാൻ ഫൈനാൻസ് ഓഫീസർക്ക് VC നിർദ്ദേശം നൽകിയിരുന്നു. സർക്കാർ കാര്യങ്ങൾ ഒത്തുതീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് VC വിട്ടുവീഴ്ച കൂടാതെ ഈ നടപടി സ്വീകരിച്ചത്. നേരത്തെ രജിസ്ട്രാറിന്റെ ഓഫീസ് ഫീസ് അടയ്ക്കാനും കാർ ഗ്യാരേജിൽ ഇടാനും VC ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് നടപ്പാക്കിയിരുന്നില്ല. BJP നേതാവും MP-യുമായ C. സദാനന്ദന്റെ കാൽ വെട്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളെന്ന് CPIM. C. സദാനന്ദന്റെ ഉൾപ്പെടെയുള്ളവർ നൽകിയ കള്ളമൊഴി അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. കേസിൽ ഇനി നിയമപരമായ നീക്കങ്ങളില്ലെന്നും സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് വിശദീകരണ യോഗമെന്നും KK രാഗേഷ് പറഞ്ഞു. കേസിൽ സദാനന്ദൻ അടക്കമുള്ളവർ നൽകിയ കള്ളമൊഴികളാണ് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷ നടപ്പിലാക്കിയത്. ഇതെല്ലാം നാട്ടിലുള്ളവർക്ക് അറിയാമെന്നും അവരെ കുറ്റവാളികളായി നാട്ടുകാർ കാണുന്നില്ലെന്നും KK രാഗേഷ് പറഞ്ഞു. അതേസമയം ഈ വരുന്ന തിങ്കളാഴ്ചയാണ് മട്ടന്നൂർ ഉരുവച്ചാലിൽ CPIMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുക. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനാണ് ഉദ്ഘാടകൻ. സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയയപ്പ് നടത്തിയ സംഭവം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. പിന്നാലെയാണ് വിശദീകരണ യോഗം. ലയണൽ മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായിക മന്ത്രി V. അബ്ദുറഹിമാൻ. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്ന് മന്ത്രി പറഞ്ഞു. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അവർ തമ്മിലാണ് കരാറെന്ന് മന്ത്രി വ്യക്തമാക്കി. അനാവശ്യമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. സ്പെയിനിലേക്ക് മന്ത്രി ഒറ്റയ്ക്കല്ല പോയത്. കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർ പോയി വരുമ്പോൾ അതിന് ചെലവുണ്ടാകും. പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്രാ ചെലവുണ്ടാക്കി? ചെറിയ കാര്യങ്ങൾക്ക് പോലും വാർത്ത സൃഷ്ടിക്കുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മെസ്സിയെ കാണാൻ ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല. സ്പെയിനിൽ പോയ സമയത്ത് അവരുടെ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു. 2024 സെപ്റ്റംബറിൽ കായിക മന്ത്രി മാഡ്രിഡിൽ ലിയാൻഡ്രോ പിയേഴ്സ്റ്റനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എല്ലാത്തിനും കൃത്യമായ ഉത്തരമുണ്ട്, നടപടിക്രമങ്ങളുമുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷം ഉത്തരം നൽകും. സമയം മാറ്റി ചോദിച്ചതിനെ തുടർന്നാണ് അർജന്റീന ടീമിന് സമയം മാറ്റി നൽകിയത്. ഇതാണ് യാഥാർത്ഥ്യം. അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ചു കാണിച്ച് വ്യക്തിഹത്യ നടത്തുകയാണെന്ന് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ 14-കാരന്റെ കഴുത്തിൽ കത്തിവെച്ച് മദ്യം കുടിപ്പിച്ചു. ക്രൂരതയ്ക്ക് പിന്നിൽ അമ്മുമ്മയുടെ ആൺ സുഹൃത്താണെന്ന് കണ്ടെത്തി. ഭീഷണിപ്പെടുത്തി കഞ്ചാവ് വലിപ്പിച്ചതായും 14-കാരന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. മദ്യം കുടിക്കാൻ തയ്യാറാകാത്തതിന് ക്രൂരമായി മർദ്ദിച്ചുവെന്നും 14-കാരൻ വെളിപ്പെടുത്തി. കഞ്ചാവ് രഹസ്യമായി വാങ്ങാൻ നിർബന്ധിച്ചുവെന്നും 14-കാരൻ പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശി പ്രബിൻ അലക്സാണ്ടറിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാജ്യമെമ്പാടുമായി മതപരിവർത്തന നിയമം വരണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. രാജ്യത്ത് 11 സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തനം നിരോധന നിയമമുള്ളത്. മതപരിവർത്തനത്തിനെതിരെ രാജ്യമാകെ ഏകീകൃത നിയമം വരണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെട്ടു. കേരളവും അതിന്റെ പരിധിയിൽ വരണം. ഘർ വാപസി കേരളത്തിൽ വ്യാപിപ്പിക്കും. ബജ്രംഗ് ദൾ ദുർഗാവാഹിനി പ്രവർത്തനവും കേരളത്തിൽ വ്യാപകമാക്കും. കേരളത്തിൽ 70 താലൂക്കുകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. 70 താലൂക്കുകളിൽ VHP പ്രതിനിധികളെ നിയോഗിക്കുമെന്നും അനിൽ വിളയിൽ ആവശ്യപ്പെട്ടു. ഹൈന്ദവ ആരാധനാലയങ്ങളുടെ ബാഹ്യഭരണം അവസാനിപ്പിക്കണം. ഉത്തരേന്ത്യയിൽ ബജ്രംഗ് ദളും ദുർഗാവാഹിനിയും പ്രവർത്തിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ കേരളത്തിലും പ്രവർത്തിക്കും. കേരളത്തിൽ വ്യാപകമായി നിർബന്ധിത മതപരിവർത്തനമുണ്ട്. ക്രൈസ്തവ പുരോഹിതരും കന്യാസ്ത്രീകളും എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലേക്ക് സേവനത്തിലേക്ക് പോകുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിന് ആശംസ അറിയിച്ച് IPL ടീമായ ലക്നൗ സൂപ്പർ ജയൻസ് പങ്കുവച്ച പോസ്റ്ററിനെ ചൊല്ലി വിവാദം. ഇംഗ്ലണ്ടിൽ മികച്ച പ്രകടനം നടത്തിയ ലക്നൌവിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ KL രാഹുലിനെ ഒഴിവാക്കിയതാണ് വിവാദമുണ്ടായത്. ടീം ഉടമ സഞ്ജീവ് ഗോയങ്കുമായ അഭിപ്രായ വ്യത്യാസ ഭിന്നതയെ തുടർന്നായിരുന്നു കഴിഞ്ഞ സീസണിന് മുന്നോടിയായി രാഹുൽ ടീം വിട്ടത്. ഇംഗ്ലണ്ടിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയ ഇന്ത്യൻ താരങ്ങളുടെ കൊളാഷ് ചിത്രമാണ് ലക്നൌ അഭിനന്ദന പോസ്റ്ററിൽ പങ്കുവച്ചത്. ടോപ്പ് സ്കോററായ ശുഭ്മാൻ ഗില്ലിന്റെയും ലക്നൌ നായകനായ ഋഷഭ് പന്തിന്റേതുമായിരുന്നു കൂടുതൽ ചിത്രങ്ങളും. രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ് എന്നിവരുടെ ചിത്രങ്ങളും കൊളാഷിലുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച രണ്ടാമത്തെ താരമായ രാഹുലിന്റെ ഒറ്റ ചിത്രം പോലും പോസ്റ്ററിൽ കണ്ടെത്തിയിരുന്നില്ല. ഇംഗ്ലണ്ടിൽ 2 സെഞ്ചുറി അടക്കം 532 റൺസാണ് രാഹുൽ നേടിയത്. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നു. 2024 സീസണിനൊടുവിൽ ലക്നൌ വിട്ട രാഹുൽ ഈ കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയാണ് കളിച്ചത്. താരം മിന്നും പ്രകടനം സീസണിൽ കാഴ്ചവെക്കുകയും ചെയ്തു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.